Putting up the Christmas tree, filled with all the memories of the ones I love the most. Decorations high and low, spreading joy, but this I know, who's the source of all its glow. For I don't need a strand of lights twinkling at midnight, no candlelight illuminating bright. For He gives my Christmas light, He gives my Christmas light. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ സീസൺ ഓഫ് ഗിഫ്റ്റിംഗ്. ലോകം മുഴുവൻ ആൾക്കാരെ അവരുടെ സ്നേഹവും അവരുടെ കൺസേണും ഒക്കെ മറ്റുള്ളവരോടുള്ള, അവർ സ്നേഹിക്കുന്നവരോടുള്ളത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സീസൺ കൂടിയാണ് ക്രിസ്മസ്. പക്ഷെ ഞാനെപ്പോഴും ഓർത്തിട്ടുണ്ട് ക്രിസ്മസിന് ഒത്ത രീതിയിലുള്ള ഗിഫ്റ്റുകൾ നമ്മൾക്ക് പലർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന്. 2020 എൻ്റെ സുഹൃത്തായ ജെഫിൻ ജോൺ എനിക്കൊരു മെയിൽ വഴി ഒരു ഗിഫ്റ്റ് അയച്ചു തന്നു. അതൊരു ക്രിസ്മസ് വീക്കിലായിരുന്നു ഇത് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മെയിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത്, വി ഹാവ് പ്ലാന്റഡ് എ ട്രീ ഇൻ യുവർ നെയിം ഇൻ ദ കാശ്മീർ ഫോറസ്റ്റ്. You click on the link below and it takes you to the satellite picture of the forest. And I thought, in a Christmas season, what better gift can I ever get from anybody? കാരണം അത് വേറിട്ട് തിങ്ക് ചെയ്യുന്നത് മാത്രമല്ല, ആ ഗിഫ്റ്റ് ഉൾക്കൊള്ളുന്ന ആ നന്മ, അത് ദാറ്റ് വാസ് ക്വൈറ്റ് അമേസിങ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു വേൾഡ് ഫേമസ് സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറി എഴുതിയിരിക്കുന്ന പേൾസ് ബുക്ക് എന്ന് പറഞ്ഞ അമേരിക്കൻ റൈറ്ററാണ്, നൊബേൽ ലോറിയേറ്റാണ്, പുലിറ്റ്സർ പ്രൈസ് വിന്നറാണ്. ആ സ്റ്റോറിക്കകത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എങ്ങനെ നമ്മൾക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കൊടുക്കാം ഒരു ഗിഫ്റ്റ് എന്ന് പേൾസ് ബുക്ക് വരച്ച് കാട്ടുന്നുണ്ട്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള റോബ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ തൻ്റെ അപ്പന് നൽകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ആണ് അതിൻ്റെ അകത്ത് പേൾസ് ബുക്ക് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾക്ക് പേൾസ് ബുക്കിൻ്റെ ഈ ബ്യൂട്ടിഫുൾ സ്റ്റോറി, ഒരുപക്ഷെ നിങ്ങൾ ഇതിന് മുമ്പേ ഈ സ്റ്റോറി വായിച്ചിട്ടുണ്ടാവാം, സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവാം, കോളേജിൽ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഓരോ പ്രാവശ്യവും ഈ സ്റ്റോറി കേൾക്കുമ്പോഴും നമ്മൾ പറയുന്ന പോലെ യു ഗെറ്റ് ഇൻ ടു ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ഇറ്റ്. കാരണം അതിനെ വളരെ ലീനിയറായിട്ട് വായിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, അല്ലാത്തവർക്ക് അതിനെ വേറൊരു തലത്തിൽ കാണാം. ഇറ്റ്സ് എനിവേ എ സ്റ്റോറി ദാറ്റ് ഹാസ് ടച്ച് മൈ ഹാർട്ട് ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് വിൽ ടച്ച് യുവേഴ്സ് ഓൾസോ. നമ്മൾക്ക് ഈ സ്റ്റോറിയിലേക്ക് കിടക്കാം. ഈ സ്റ്റോറിയുടെ ഒരു പ്രൊട്ടാഗോണിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റോബ് എന്ന് പറഞ്ഞ് 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇപ്പോൾ എനിക്കും ഏകദേശം അത്രയും പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. എനിക്കറിയാം എന്തുമാത്രം ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഉറക്കത്തെ ഇഷ്ടപ്പെടുന്നു. പിന്നെ അവൻ്റെ വീട്ടിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവൻ്റെ അപ്പനെ അമ്മ, പിന്നെ 2 ചെറിയ സഹോദരികളാണ്. അവൻ്റെ അപ്പനും അമ്മയും എന്ന് പറഞ്ഞാൽ ദേ ആർ എ പെസൻറ്റ് ഫാമിലി. നമ്മളിവിടെ പറയുന്ന ഒരു ഫാമേഴ്സിൻ്റെ ഒരു ഫാമിലിയാണ്. ഇതുപോലുള്ള ഫാമിലികളിൽ അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് അവരുടെ കുട്ടികളെ വളർത്തി കൊണ്ടുപോരുന്നത്. കാരണം അവർ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിൽ പോയി കച്ചവടം ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്ന തുച്ഛമായ പണം കൊണ്ട് തങ്ങളുടെ കുടുംബം നടത്തുന്ന ഒരു രീതിയാണ് ഇതുപോലുള്ള പെസൻറ്റ് ഫാമിലീസിനുള്ളത്. അപ്പോൾ ഈ പെസൻറ്റ് ഫാമിലിയിലും 15 വയസ്സ് കുട്ടിയായപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയാൻ തുടങ്ങി, നമ്മുടെ ഒരു ട്രഡീഷനല്ലേ, 15 വയസ്സായില്ലേ ഇവനെ നിങ്ങൾ രാവിലെ എഴുന്നേൽപ്പിക്കുക 4 മണിക്ക്. വൈ യു ഹാവ് ടു ഡു ഓൾ ദ ഹാർഡ് വർക്ക്? അവന് പ്രായമായി, എന്തുകൊണ്ട് അവൻ നിങ്ങളെ കുറച്ച് വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ സഹായിച്ചു കൂടാ? അപ്പോൾ ഇവൻ്റെ ഫാദർ എപ്പോഴും കറക്റ്റ് 4 മണിയാകുമ്പോൾ, ദാറ്റ്സ് ദ ടൈം വെൻ ഹീ ഗെറ്റ്സ് അപ്പ്,
ഹി റൈസസ്, അത് സൂര്യോദയത്തിന് മുൻപാണ്. അപ്പോൾ അദ്ദേഹം പോയിട്ട് കറക്റ്റ് 4 മണിയാകുമ്പോൾ ഇവൻ്റെ ഡോറിൽ നോക്ക് ചെയ്യും. എന്നിട്ട് ഈ ഡോറ് തുറന്ന് പതുക്കെ അകത്തേക്ക് ചെന്ന് ഇവനെ ഒന്ന് തട്ടി വിളിക്കും. എവറി ടൈം ഇവനെ തട്ടി വിളിക്കുമ്പോഴും എല്ലാ മോർണിംഗിലും ഇവൻ കാണിക്കുന്ന ഒരേ, ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് എ റിച്വൽ, ഇവൻ അങ്ങോട്ടേക്ക് ടേൺ ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിടന്നിട്ട് ഇവൻ്റെ പുതപ്പ് വലിച്ച് തലയങ്ങ് മൂടും. അപ്പം ബേസിക്കലി ഹീ ഈസ് ഹെസിറ്റൻറ്റ് ടു റൈസ് ഇൻ ദ മോർണിംഗ് അറ്റ് ദാറ്റ് അവർ ഓഫ് ദാറ്റ് ഏർലി. അപ്പം തിരിച്ചപ്പൻ മുറിയിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഉണ്ടാവും. അദ്ദേഹത്തെ നോക്കും. അപ്പോൾ അദ്ദേഹം പറയും, ഓക്കെ, ഇറ്റ്സ് ഹിസ് ഗ്രോയിങ് ഏജ്, ഹീ നീഡ്സ് ലോട്ട് ഓഫ് സ്ലീപ്പ്, സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് ഹിം. അപ്പോൾ അതിന് മാത്രമാണ് ആ ഒരു ഫാദർ തൻ്റെ മകനെ സ്നേഹിച്ചിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അറിയാമായിരുന്നു. അപ്പോൾ ഇവരുടെ ജീവിതം ഇങ്ങനെ കടന്നുപോയി. രാവിലെ അപ്പൻ എഴുന്നേൽക്കുന്നു. അവർക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് കൗസ് ഉണ്ടായിരുന്നു. ആ പശുക്കളെ കറന്ന് കിട്ടുന്ന പാല് രാവിലെ കറന്ന് അത് മിൽക്ക് ജാഴ്സിൻ്റെ അകത്താക്കി, അതിന് ശേഷം അതിനെ ഹോസ് കാർട്ടിൽ വെച്ച് വളരെ ദുർഘടമായ പേവ് ചെയ്യാത്ത വഴികളിലൂടെ ഈ രാത്രി കാലങ്ങളിൽ അദ്ദേഹം വണ്ടി ഓടിച്ചു പോയി നഗരത്തിൽ ചെന്ന് ഇത് വിറ്റ് തിരിച്ചു വന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം ഈ കുടുംബം നടന്നു പോകാൻ. അപ്പം അങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാലത്ത് ഒരു ക്രിസ്മസ് കാലം വരികയാണ്. അപ്പോൾ ക്രിസ്മസ് കാലത്ത് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ദ ടൈം വെൻ യു എക്സ്പ്രസ് യുവർ ലവ്, യുവർ കമ്പാഷൻ, യുവർ കൺസേൺ ഫോർ someone whom you love. ഒരു ക്രിസ്മസ് കാലത്ത് അപ്പനും അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നത് നമ്മുടെ റോബ് എന്ന് പറഞ്ഞ ബോയ് തൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് കേൾക്കുകയാണ്. അപ്പം അപ്പൻ അമ്മയോട് പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവന് കൊടുത്ത ഗിഫ്റ്റ് അത്രയ്ക്ക് ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു സാധനം കൊടുക്കാൻ പറ്റിയില്ല. എനിക്കിപ്പോഴും ഐ എം വറീഡ് അബൌട്ട് ഇറ്റ്. ബട്ട് അറ്റ്ലീസ്റ്റ് ദിസ് ടൈം നമ്മൾക്ക് നല്ലൊരു സൂപ്പർബ് ക്രിസ്മസ് ഗിഫ്റ്റ് മേടിച്ച് ഇവന് കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അത്ര എക്സ്പെൻസീവായിട്ടുള്ള ഗിഫ്റ്റുകളെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം നമ്മൾ റിച്ച് ആണോ, അല്ലെ നമ്മൾക്ക് അതിനുള്ള പണമുണ്ടോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതല്ലല്ലോ, നമ്മളുടെ മകന് 15 വയസ്സായി, അവൻ വളർന്നുകൊണ്ടിരിക്കുന്നു. ഹീ ഈസ് എ ഗ്രോൺ അപ്പ് ബോയ്, ടുമോറോ ഹി വിൽ ബി എ മാൻ ആൻഡ് ഹീ നീഡ്സ് എ ഗുഡ് ഗിഫ്റ്റ്. ഇത് കട്ടിലിൽ കിടന്ന് കേൾക്കുമ്പോൾ അവൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുകയാണ് അവൻ്റെ അപ്പനും അമ്മയും അവനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് അവൻ വരുന്നത്. അവർ നേരത്തെയും സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അവനെ ഒത്തിരി മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, എൻ്റെ അപ്പന് ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കും? അപ്പോൾ അവൻ സേവ് ചെയ്ത്, നമ്മൾ ഈ പറയത്തില്ല ഈ പിഗി ബാങ്ക്, അവൻ്റെ പിഗി ബാങ്കിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന അവൻ്റെ കുറച്ച് 10 സെൻസോളം ഉണ്ട്. അവൻ്റെ മനസ്സിൽ അവനറിയാം, അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അവൻ്റെ പിഗി ബാങ്കിൽ അവൻ ഇട്ടിട്ടുള്ള ഏകദേശം ഒരു 10 സെൻസ് അവൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 10 സെൻസിനെ ഉപയോഗിച്ച് എന്ത് മേടിച്ച് ഇവൻ്റെ അപ്പന് കൊടുക്കാം, നല്ലൊരു ഗിഫ്റ്റ്. അപ്പോൾ അങ്ങനെ അവൻ ഡിസൈഡ് ചെയ്യും, ഒരു ബോട്ടായി മേടിച്ച് കൊടുക്കാം. 10 സെൻസിന് ഒരു ബോട്ടായി മേടിച്ച് കൊടുക്കാം. പിന്നെ അവനോർക്ക് ഓക്കെ, വാട്ട് ഈസ് ദ ബിഗ് ഡീൽ? ഒരു ബോട്ടായി മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമാണ്. ഇനി അപ്പന് അതാണോ കൊടുക്കേണ്ടത്? ഇത്രയും സ്നേഹിക്കുന്ന അപ്പനെ പോരാ. പക്ഷേ പിന്നെ എന്തു കൊടുക്കും? അപ്പോഴാണ് വീട്ടിൽ പിന്നെയും ഈ ക്രിസ്മസ് സീസണിൽ തന്നെ ഇവൻ്റെ അപ്പനും അമ്മയും തമ്മിലുള്ള വേറൊരു കോൺവെർസേഷൻ ഇവൻ കേൾക്കുന്നത്. ആ കോൺവെർസേഷനിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നമ്മൾ ചെറിയ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ പശുക്കളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ ഭർത്താവ് പറയുന്നുണ്ട്, യു ഷുഡ് റിമെമ്പർ വൺ തിങ്, ലോകത്തിൻ്റെ സേവിയറായ ക്രൈസ്റ്റ് ജനിച്ചത് ഒരു സ്റ്റേബിളിലാണ്, ഒരു കൗഷെഡിലാണ്, അല്ലെ ഒരു ബാണിലാണ്. ആൻഡ് ഡോണ്ട് യു ഫീൽ പ്രൗഡ് ദാറ്റ് വി ഓൺ എ ബാൺ വേർ ചൈൽഡ് ജീസസ് വാസ് ബോൺ. അപ്പോൾ ഇതവൻ കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു പ്രൈഡ് വരികയാണ്. റോബിങ്ങനെ അവൻ്റെ പുതപ്പിനുള്ളിൽ കിടന്ന് ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിലും ചില ചിന്തകൾ വരികയാണ്. അപ്പോൾ അവനെ ഓർക്കും, വാട്ട് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഗിവ് മൈ ഫാദർ ആൻഡ് മൈ മദർ, ഓർ എസ്പെഷ്യലി മൈ ഫാദർ ഔട്ട് ദെയർ ഇൻ ദ ബാൺ.
കാരണം ആ ബാണിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ, ബിക്കോസ് ദാറ്റ് ഈസ് വെയർ ദ വേൾഡ് ഗോട്ട് ദ ഗിഫ്റ്റ് ഓഫ് ഗിഫ്റ്റ് ദാറ്റ് ജീസസ് വാസ്. ആൻഡ് അതുപോലെ ഒരു ബ്രില്യൻ ഗിഫ്റ്റ് എനിക്ക് എങ്ങനെ ആ ബാണിൽ തന്നെ എൻ്റെ ഫാദറിന് വേണ്ടി കൊടുക്കാൻ പറ്റും? ഇങ്ങനെ ചിന്തിച്ച് ഇവൻ കിടന്ന് കുറച്ച് രാത്രികൾ കടന്നുപോയി. അവസാനം there comes a Christmas morning. ഇനി തിങ്ക് ചെയ്യാൻ സമയമില്ല. ക്രിസ്മസ് മോർണിംഗ് he keeps bouncing in his bed and he looks very determined. അവൻ 3 മണിയാകുമ്പോൾ, സാധാരണ അപ്പൻ എഴുന്നേൽക്കുന്ന 4 മണിക്കാണെന്ന് അവനറിയാം. 3 മണിയാകുമ്പോൾ അവൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഈ മടിയനായ കുട്ടി, അതിൻ്റെ അത് പേളസ്ബർഗ് പറയുന്നുണ്ടല്ലോ ബ്യൂട്ടിഫുള്ളി, ക്രീക്കി സ്റ്റെപ്സ്, ആ പഴയ വുഡൻ സ്റ്റേഴ്സ് ഇറങ്ങുമ്പം പോലും ശബ്ദമുണ്ടാക്കാതെ അവൻ അത്രയ്ക്ക് സോഫ്റ്റായിട്ട് അവൻ അതിൽ കൂടെ ഇറങ്ങി താഴെ വന്ന് ആരും അറിയാതെ ഡോറിൻ്റെ ലാച്ചെടുത്ത് അവൻ ആ ബാണിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവൻ ഈ പെയിൽസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒരു രസകരമായ ഒരു നിമിഷം ഈ കഥയ്ക്കകത്ത് വേർ പേളസ്ബർഗ് talks about what Pearlsburg talks about is that ഇവൻ കന്നുകാലികൾ പോലും സർപ്രൈസ്ഡ് ആകുകയാണ്. കാരണം ഇത്രയും നേരത്തെ മിൽക്ക് ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ വരുന്നത്. അതുമാത്രമല്ല, ഇവൻ മടിയനാന്നുള്ള അവർക്ക് വരെ അറിയാം എന്നുള്ള ഒരു ധ്വനി വരെ അതിൻ്റെ അകത്ത് വരുന്നു. എന്നിട്ടും അവർ ഇവനോട് സഹകരിക്കുകയാണ്. ഹാഫ് സ്ലീപ്പി ആയിട്ടുള്ള ഈ പശുക്കൾ പോലും ഇവനുമായിട്ട് സഹകരിക്കുകയാണ്. കാരണം അവർക്കും എന്തോ തോന്നുന്നു, he is up to something good. He wants to do something good. He wants to give a brilliant surprise to his father that Christmas morning. എന്നിട്ട് അവൻ പെയിലുകൾ എടുത്തുകൊണ്ട് പോയി കൗസിനെ മിൽക്ക് ചെയ്യുന്നു. അതിലെ പാല് കൊണ്ടുപോയി ജാഴ്സ് എല്ലാം നിറയ്ക്കുന്നു. ആ ജാറുകളെല്ലാം എടുത്തവൻ ഹോസ് കാർട്ടിൽ വെക്കുന്നു. കാർട്ട് പൂട്ടുന്നു. പെയിൽസ് എല്ലാം ക്ലീൻ ചെയ്യുന്നു. ബൺ ക്ലീൻ ചെയ്യുന്നു. അതിനുശേഷം അവൻ പതുക്കെ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് കയറി കതക് അതുപോലെ തന്നെ ലാച്ച് ചെയ്ത് വുഡൻ സ്റ്റെപ്സ് കയറി അവൻ്റെ മുറിയിലേക്ക് ചെന്ന് അവിടെ അവൻ പിന്നെയും പുതപ്പ് മൂടി ഉറക്കം നടിച്ച് കിടക്കുന്നു. 4 മണിയായി. അവൻ്റെ അപ്പൻ വന്ന് എല്ലാ ദിവസവും ഉള്ള റിച്വൽ പോലെ ഹി നോക്സ് അറ്റ് ദ ഡോറിൽ നോക്ക് ചെയ്ത ഉടൻ തന്നെ ഡോറ് അദ്ദേഹം തുറന്ന് അകത്തേക്ക് പോകുന്നു. ഇവൻ്റെ അരികിൽ എത്തിയതിന് ശേഷം ഇവനെ തട്ടി വിളിക്കുന്നു. അപ്പോൾ ഇവൻ എന്നും കാണിക്കുന്ന പോലെ തന്നെ അപ്പുറത്തെ വശത്തോട്ട് തിരിഞ്ഞു കിടന്ന് പുതപ്പെടുത്ത് തലയും മൂടി സുഖമായി കിടന്നുറങ്ങും. അപ്പോൾ അന്നും അപ്പൻ മുറിയുടെ പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ട്. അവർ ഒരു ചെറിയ ചിരിയോടെ അദ്ദേഹത്തെ നോക്കുന്നു. കാരണം ഒരു ക്രിസ്മസ് മോർണിംഗിൽ പോലും എഴുന്നേറ്റ് അപ്പനെ ഒന്ന് സഹായിക്കാൻ പോലും ഉള്ള ഒരു മനസ്ഥിതി ഈ മകൻ കാണിക്കുന്നില്ലല്ലോ. അങ്ങനെ അവർ തമ്മിൽ ഒരു വാക്കുകളില്ലാത്ത ഒരു കോൺവെർസേഷന് ശേഷം അപ്പൻ he goes out into the barn because he has to do the milking of the cows, take the milk to the market, to the town, then come back. അദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്റ്റേബിൾ എല്ലാം നല്ല ക്ലീനായിട്ട് കിടക്കും. പെയിൽസ് എല്ലാം ക്ലീനായിട്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി somebody has done something a little while ago in the barn. അപ്പോൾ അപ്പന് സംശയം തോന്നിയിട്ട് അദ്ദേഹം ഓടി അദ്ദേഹത്തിൻ്റെ ഹോസ് കാർട്ടിൽ കയറ്റി വെച്ചിരിക്കുന്ന മിൽക്ക് ജാഴ്സ് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിറച്ചും മിൽക്ക് നിറഞ്ഞിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് മനസ്സിലാവും, ഓഫ് കോഴ്സ് ദിസ് ഈസ് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫ്രം ഹിസ് സൺ. അപ്പോൾ നമ്മൾ കാണുന്നത് തിരിച്ച് വീട്ടിലേക്ക് നടന്നു കയറുന്ന ഒരു ഫാദറിനെയാണ്. ബട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു സന്തോഷം. പേളസ്ബർഗ് പറയുന്നു, ആ കുട്ടിയുടെ മുറിയിലേക്ക്, തൻ്റെ മകൻ്റെ മുറിയിലേക്ക് കടന്ന് ചെന്നിട്ട് ആ ഫാദർ അവനെ തട്ടി എഴുന്നേൽപ്പിക്കുമ്പോൾ അവനും എഴുന്നേറ്റ് കട്ടിലിൽ ഇരിക്കുമ്പോൾ ഹിസ് ആംസ് goes around his son and both of them hug each other and there is still darkness so that they are not able to see each other's faces എന്ന് പേളസ്ബർഗ് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്പൻ കെട്ടിപ്പിടിച്ചിട്ട് മകനോട് ഒരു കാര്യം പറയും, nobody has ever given such an amazing gift to me in my life.
സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ആൻഡ് ഈ സ്റ്റോറിക്കകത്തുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു കേക്കോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പോവുക, അവിടുന്ന് പിക്ക് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള പണം അനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടം കൂടിയ ആൾക്ക് കൂടുതൽ പണത്തിനുള്ള ഒരു ഗിഫ്റ്റ് മേടിക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ക്രിസ്മസ് ഗിഫ്റ്റിനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ റോബ് ചിന്തിച്ചതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലുള്ള ക്രിസ്മസ് മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതുപോലുള്ള സർപ്രൈസ് ഗിഫ്റ്റുകളിലൂടെയാണ്, വിച്ച് ആർ എവർ മെമ്മറബിൾ ആൻഡ് വിച്ച് എംബോഡി ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ്. നമ്മൾക്ക് അങ്ങനത്തെ ഗിഫ്റ്റുകൾ ഈ ക്രിസ്മസിന് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നൽകാം. നമ്മൾക്ക് ഈ ക്രിസ്മസ് ഏറ്റവും മെമ്മറബിൾ ആക്കി മാറ്റാം. താങ്ക് യു സോ മച്ച്.